ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽസ് ഹട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ ചിലവില്ലാതെ എങ്ങനെ ഒരു ബിരിയാണി എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. മമ്മി പ്രിപ്പയർ ചെയ്യുന്നത് കാണാം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കർ ബിരിയാണിയാണ്. അതിനാവശ്യമായി ഞാൻ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് ചാക്കരി, റേഷൻ കടയിൽ കിട്ടുന്ന അരി. അത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് എടുത്തു വെച്ചിരിക്കുന്നതാണ്. അടുത്തത് ഒരു 1/2 കിലോ ചിക്കൻ ഞാൻ ഉപ്പും 1 സ്പൂൺ കുരുമുളക് പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 1 സ്പൂൺ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് കൊത്തി അരിഞ്ഞതുണ്ട്, ഒരു 2 സവോള ചെറുതായി കൊത്തി അരിഞ്ഞതുണ്ട്, ചെറിയ തക്കാളിക്ക കൊത്തി അരിഞ്ഞതുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് എണ്ണ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയൊരു തവി എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ഞാൻ ഈ സവോള ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇടുകയാണ്. ഇതിലോട്ട് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ഇട്ട് കൊടുക്കുന്നു. കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. കാര്യം നമ്മൾ ചിക്കൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതിനനുസരിച്ച് ഇടാൻ. പിന്നെ റൈസിന് വേണ്ട ഉപ്പൂടെ നമ്മൾ കണക്ക് കൂട്ടി വേണം ഇടാനായിട്ട്. അത് പരുവമനുസരിച്ച് നിങ്ങൾ ഇടുക. ഇതിലേക്ക് ഞാനിപ്പോൾ ഈ ചിക്കനും ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഈ 1 ടേബിൾ സ്പൂണോളം എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മസാലയോട് ഇടുകയാണ്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ ഈ ചിക്കന് ഏകദേശം ഒരുമാതിരി ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞിരുന്നില്ലായിരുന്നു. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ആവശ്യം. ഇപ്പം ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 3 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഇച്ചിരി മല്ലിയില ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇടുക, ഇടാൻ പറ്റുന്നവരിടുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ചിക്കനിലാണെങ്കിൽ ആ ഉപ്പും ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ റൈസ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്തോട്ട്. ഇതിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം എരിവ് വേണമെങ്കിൽ മുളക് കൂട്ടി കൊടുക്കുകയോ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. ഞാൻ ഈ കുക്കർ ഒന്ന് അടച്ച് വെക്കുകയാണ്. ഇതൊരു വിസിൽ വന്ന ശേഷം ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഓഫ് ചെയ്യുകയാണ്. ഞാനൊരു ചെറിയ സവാള മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയിലാണ്. നെയ്യുണ്ടെങ്കിൽ നെയ്യിൽ നിങ്ങൾക്ക് മൂപ്പിക്കാം, അതാണ് ടേസ്റ്റ്. ഞാനിപ്പോൾ എണ്ണയിലാണ് ഇത് മൂപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കശുവണ്ടിയോ മുന്തിരിങ്ങയോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്നും ഇടുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ എയറെല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മൂപ്പിച്ച ഉള്ളി ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.